അസ്സലാമു അലൈക്കും. അപ്പം എൻ്റെ കമൻറ്റ് ബോക്സിലും ഇൻബോക്സിലും ഒക്കെ വരുന്ന ഒരേ ഒരു ചോദ്യമാണ്, എന്താ വീഡിയോ ഇടാത്തതെന്ന്. സർപ്രൈസ് കണ്ട, 3-4 മാസം തിന്നുണ്ടാക്കിയതാ. കറുമ്പല്ല, കുടവേര്. അതെ, തടി വെച്ചിരിക്കുന്നു. കാരണം വേറൊന്നുമല്ല, ഞാൻ ആ സമയത്ത് ഭക്ഷണം കഴിക്കലില്ല, നേരെ ഉറങ്ങലില്ല, അങ്ങനെ ഊണില്ല, ഉറക്കില്ല എന്നൊക്കെ പറയത്തില്ലേ. അങ്ങനെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് നിന്നതിനെ കൊണ്ട് ഏകദേശം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ശരീരമൊക്കെ നോക്കാം, ഇനി എന്നെ നോക്കാം എന്ന് വിചാരിച്ച് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. എവിടായി തീരുന്നൊന്നും അറിയത്തില്ല. ഇൻഷാല്ലാ ഞാൻ തടിയൊക്കെ കുറച്ച് പിന്നെ വരുന്നതായിരിക്കും കേട്ടോ. സത്യത്തിൽ നല്ലോണം വെള്ളം വെച്ചിട്ടുണ്ട് കണ്ടോ, നല്ല രീതിക്ക് തന്നെ തടി വെച്ചു. കൈയൊക്കെ നോക്കിയത് വയറൊക്കെ 5 മാസം ഉണ്ട് അല്ലേ? 5 മാസം, ഒരു 5 മാസമുള്ള വയറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇതെല്ലാം കുറച്ച് നല്ല രീതിക്ക് തന്നെ വരണം. എൻ്റെ സംഭവം വരുന്നില്ല, ഭക്ഷണം നേരെ ചൊവ്വേ കഴിച്ചാൽ തന്നെ എൻ്റെ തടി കുറയും. അപ്പോൾ അതിന് ഞാൻ സമയം കണ്ടെത്തുന്നില്ല. ഇതുണ്ടോ ഡബിൾസിനൊക്കെ വന്ന് പിടിച്ചോനെ, ഡബിൾസിന് വന്നിട്ടുണ്ട്. കവിളൊക്കെ എനിക്ക് നേരത്തെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തീരുമാനത്തിലാണ് തടി കുറയ്ക്കുക. ഇപ്പോൾ വീഡിയോ എടുത്ത് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ പേരിലെങ്കിലും തടി കുറയ്ക്കണമല്ലോ എന്നുള്ള ചിന്ത എനിക്ക് വരും. അല്ലെങ്കിൽ ഞാൻ ഡയറ്റ് എടുക്കാം, നാളെ തൊട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇൻസ്റ്റ ഇങ്ങനെ തോണ്ടുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വരും, കോഴി പൊരിച്ചതും അതും അൽഫാമും ഇത് മറ്റേ മറിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഡയറ്റ് പിന്നെ എടുക്കാം എന്നൊരു തോന്നൽ എനിക്ക് വരും. ആ തോന്നലാണ് എന്നെ വല്ലാതെ പിൻവലിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് ചോദിക്കത്തില്ലേ എന്തുകൊണ്ട് തടി കുറഞ്ഞില്ലല്ലോ, അയ്യോ അങ്ങനെ ചോദിക്കുമല്ലോ എന്നുള്ളൊരു പേടിയിൽ ഞാൻ തനിയെ തടി കുറയ്ക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടത്. തടി ഞാൻ കുറയ്ക്കണം. മോത്ത കുരുവൊക്കെ കുറഞ്ഞല്ലോ ഓസി? മോനെ നല്ല മാറ്റമുണ്ട്. ഒന്ന് പരീക്ഷിക്കാൻ കൊടുത്തായിരുന്നു കേട്ടോ. ഏകദേശം എല്ലാം മാറി, കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ട്. ഭാഗ്യം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കലുണ്ട്, നിങ്ങളൊരു ബ്യൂട്ടീഷ്യൻ അല്ലേ, നിങ്ങളുടെ മുഖം എന്തെങ്കിലും കുത്തും കോമ്പ എന്നൊക്കെ. ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഞാൻ വരുന്ന സാധനം എന്നിൽ പരീക്ഷിച്ചിട്ടാണ് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത്. അല്ലാതെ നമ്മുടെ സ്ഥാപനത്തിൽ ഡയറക്റ്റ് കൊണ്ടുവന്ന് കസ്റ്റമറിന് ഇടുകയല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മളിൽ തന്നെയാണ് എല്ലാ പരീക്ഷണവും നടത്തിയത്. അങ്ങനെ ഒരു പരീക്ഷണത്തിന് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ വന്നത്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോയിലൊക്കെ. ഇത് പിന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു, നല്ല സീനി ഡോർക്ക് പോണ്ടാന്നൊക്കെ പറയുന്ന പോലത്തെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ എല്ലാം കുറയുന്നുണ്ട്, മാറുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാച്ചുറലായിട്ട് പൗഡർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മാറിയതാണ് കേട്ടോ. അതിലും ഒരു സന്തോഷം, സമാധാനം, സംതൃപ്തി. കാരണം എന്ന് വെച്ചാൽ 7-8 ഹോസ്പിറ്റലിൽ ഞാൻ പോയി. ഇത് അലർജി ഇങ്ങനെ ആയതാണ്. കാരണം എനിക്ക് അങ്ങനെ കെമിക്കൽ ഇങ്ങനെ സംഭവങ്ങളൊന്നും പിടിക്കാതെ വരില്ല, അലർജി കാര്യങ്ങളൊന്നും വരലേ ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു സംഭവത്തെ പിറ്റേ ദിവസം തൊട്ട് കുരു കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയതാണ്. അതോടെ ഞാൻ നിർത്തി. ആ കമ്പനി തന്നെ ബഹിഷ്കരിച്ച് ഇങ്ങോട്ട് ഈ പടി കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര ഒരു ഇതാണ് കേട്ടോ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ട് ഒരു മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ തന്നെ എൻ്റെ ടൂറി ഹെർബൽസിലെ മറ്റേ പൗഡർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കുറച്ചത് കണ്ടോ. അപ്പോൾ ഇൻഷാല്ലാ മൊത്തത്തിൽ മാറും എന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് വെളിയിലേക്ക് വരാം. നമ്മുടെ ചുമ്മാ ഒരു മുടിയൊക്കെ കെട്ടി കുറേ നാളായി ഒരുങ്ങിയിട്ട്. എന്നാലും എന്നെ ശ്രദ്ധിക്കാൻ എനിക്ക് നേരമില്ലാതായിപ്പോട്ടെ. ഞാൻ ഇപ്പം നിങ്ങളെപ്പോലെ മറന്ന ഒരു ഇതാണ്. കാരണം എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും നേരമില്ല. മുടി എപ്പോഴും ഇങ്ങനെ കെട്ടി വെച്ച് ഇങ്ങനെ കണ്ണെഴുതത്തില്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്ക് കണ്ണൊക്കെ എഴുതി കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ബ്ലഷൊക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടി ഒരു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം. അപ്പോൾ എന്തായാലും നമുക്കിത് ചെയ്യാം എന്നാ. അപ്പോൾ ചെയ്യല്ലേ. അപ്പോൾ ഞാൻ അധികമൊന്നും യൂസ് ചെയ്യലില്ല. അതുകൊണ്ട് ഈ ഒരു സംഭവം ഇതൊരു ചൈനീസ് പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീരാറായി, ഇച്ചിരി റേറ്റ് ഉണ്ട്. ഇടുമ്പോൾ ഭയങ്കര ഒരു ഗ്ലോ പോലെ വരും. ആ സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നും എടുത്തില്ല, അത് മാത്രമേ എടുത്തുള്ളൂ. ഒരു സൺസ്ക്രീൻ വരെ നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. 50 ml ഒക്കെ ഉണ്ട്. അതിടുമ്പോൾ ഒരു ഗ്ലോ കണ്ടോ. അല്ല അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ കണ്ണഴുതും.
കണ്ണ എഴുതി 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 ചെത്തി 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 തീരാറായി. ഇതാണ് കേട്ടോ കണ്ണ എഴുതുന്നത്. കണ്ണ എഴുതിയിട്ട് മൊന ഒടിഞ്ഞു പോയി ഗൈസ്. മൊന ഇതുണ്ടോ, ഇതിങ്ങനെ ഊരി വന്നു. ഇതെന്തിങ്ങനെ ട്രൈ ആവുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു അടിപൊളി സാധനമാണ്. എന്നാലും ഞാൻ വിട്ടു കൊടുക്കത്തില്ല. ഇച്ചിരി പൈസ കൊടുത്ത് മേടിച്ച സാധനം ആയതുകൊണ്ട് തന്നെ ഇടാം. ഇത് വെച്ചെഴുതും. ഇതിനെ പറ്റിച്ചാലും ഞാൻ ഇത് വെച്ചെഴുതും. ഭയങ്കര ഒരു ഡാർക്കാണ് കേട്ടോ. പിന്നെ ഓടിക്കും, എന്നാലും വിടത്തില്ല. കണ്ടാ ഇപ്പോഴും അതുപോലെ തന്നെ. കണ്ടോ, കണ്ണെഴുതുമ്പോൾ ഞാനെന്തിനാ വാ തുറക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല സത്യമായിട്ടും. ഞാൻ മാത്രമാണോ അതോ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്? പിന്നെ ഒടിഞ്ഞിരിക്കുന്നു ഗായ്സ്. 3-4 കഷ്ണമായിട്ട് ഒടിഞ്ഞിരിക്കുന്നു. അതിനെ ഞാൻ മെല്ലെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് കയറ്റും. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഞാൻ ഊരിക്കും. ഇട്ട് കൊടുക്കത്തില്ല. എന്നിട്ട് ഇതിൻ്റെ ബാക്കിലുണ്ട് ഇത് അല്ല സ്മജ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ ഇങ്ങനെ ശരി. അപ്പം എന്താണ് ഒരു സ്മോക്കി ഐഡിയ ഒക്കെ ഒരു ഫീൽ വരും. അത്രയേ ഉള്ളൂ. കണ്ടോ? ആ ചോദിക്കും. ലെൻസ് ഇത്രയും നേരം അവിടെ ഇരുന്നിട്ട് എന്താ പറയാ? ഞാൻ ലെൻസ് വെച്ചില്ല ഗൈസ്. ലെൻസ് ഒക്കെ അതിൻ്റെ കണ്ണ് നല്ല സുന്ദരമായിട്ടുണ്ടല്ലേ? ഇല്ലേ? ലെൻസ് വെക്കാം. സോറി, ലെൻസ് വെക്കാൻ ഞാൻ മറന്നു. വെക്കണോ? വെക്കാം അല്ലേ? അത് വെച്ചോ. ഇത് നമ്മുടെ സ്വന്തം ലെൻസാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറേ പേര് ചോദിക്കലുണ്ടായിരുന്നു ലെൻസ് ഏതാ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ടായിരുന്നു. ഇതിനാദ്യമായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഇത്രയും ലെൻസാണ് കേട്ടോ. എല്ലാ ഷെയ്ഡും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നമ്മൾ 1 പെയർ വന്നിട്ട് 150ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ, അല്ല സിംഗിൾ പീസ് ആണെങ്കിൽ ഒരു 300-250 അങ്ങനെയൊക്കെ വരും. ഉമ്മ കൊള്ളാം. കൊള്ളാം. നക്ഷത്ര കണ്ണുള്ള രാജകുമാരി, അവനുണ്ടൊരു രാജകുമാരൻ. അവക്കൊണ്ടൊരു രാജകുമാരൻ. അങ്ങനെ കണ്ടൊരു പടമില്ലേ? ഉണ്ട്, സെർച്ച് ചെയ്താൽ കിട്ടുന്നു. യെസ്. ഫുള്ളായിട്ട് എടുക്കുമ്പോൾ, ബോക്സ് ആയിട്ട് എടുക്കുമ്പോൾ 1 പെയറിന് നമ്മൾ 150 വെച്ചിട്ട് കൊടുക്കും. അതായത് ബോക്സ് എടുക്കത്തില്ലേ? അല്ലെങ്കിൽ 250-300 അങ്ങനെ വരും. ആക്ച്വലി ഞാൻ വിട്ടുപോയായിരുന്നു കേട്ടോ ലെൻസ് വെക്കാൻ. സംസാരിച്ച് അങ്ങ് കണ്ണൊക്കെ അങ്ങ് എഴുതിച്ചു. ഇപ്പോൾ ലെൻസ് വെച്ചിട്ടുണ്ട്. ഇനി കണ്ണീര് വരുമോ എന്നറിയില്ല. വന്നാൽ വരച്ച് കാണണം തുടയ്ക്കാൻ. ഷെയ്ഡുള്ളോ? നല്ല ഷെയ്ഡല്ലേ? നല്ല ഷെയ്ഡായിട്ടുണ്ട്. ഇതിൽ കാണുന്നതിലും ഇങ്ങനെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെടുത്തോ? ഇല്ല, എടുക്കണം. അപ്പോൾ ഞാൻ ലെൻസ് കാണാൻ സ്കിപ്പായിരുന്നു. അപ്പോൾ കണ്ണെഴുതി കഴിഞ്ഞിട്ടാണ് കേട്ടോ ലെൻസ് ഇട്ട കാര്യമൊന്നും വിചാരിക്കേണ്ട. പിന്നെ ഐബ്രോ റെഡൊന്നും ചെയ്തില്ല. പേടിയാണ്, നല്ല വേദന. കണ്ണിൻ്റെ താഴെ എഴുതി കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് വാലിട്ട് കൊടുക്കും കേട്ടോ ഞാൻ.
അത്രേ ഉള്ളൂ. കണ്ടോ? പക്ഷെ പണ്ടൊന്നും ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഓരി ഒലിച്ച് താഴെ മേളിലൊക്കെ എഴുതി ആരാ? ഞാൻ തന്നെ ഗൈസ്, ഞാൻ തന്നെ. പിന്നെ ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ. ഇപ്പം എൻ്റെ കണ്ണിൽ എന്താണ് ലാഷസ് ഉണ്ടെന്ന് പോലും അറിയുന്നില്ലല്ലോ. നോക്ക്, എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾ? ഉണ്ടെങ്കിലും ഉണ്ടെന്ന് പറയാമല്ലോ കേട്ടോ. കണ്ടോ? പക്ഷേ ഞാൻ ഇതിട്ട് കഴിഞ്ഞാൽ പൊന്നും മക്കൾ, ഇതെന്ന് വെച്ചാൽ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. വെള്ളം ഒഴിച്ചാൽ പോലും പോയിട്ടുണ്ട്. സത്യമായിട്ട് കാണിച്ചു തരാം. കണ്ടോ? ഈ കണ്ണോക്കിയേ, ഇത് ഒറ്റ കോട്ടാണേ. ഇനി ഇടുമ്പോഴത്തേക്ക് ഇത് പിന്നെയും അങ്ങനെ ആവും. ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. എല്ലാവരുടെ കയ്യിലുണ്ടെങ്കിലും സൂപ്പറായിരിക്കും. കണ്ടോ? ഇതുണ്ടോ? ഓക്കെ, ഈ കണ്ണും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അതിൻ്റെ കാരണം ഇതാണ്. ഒന്നും വേണ്ട, ഞാൻ ലാഷസ് ഒന്നും വെച്ചില്ല. ഇത് കണ്ടോ? രണ്ട് കണ്ണും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തന്നെ നോക്ക്. കണ്ടോ? ലാഷസ് കണ്ടോ എൻ്റെ കാണല്ലേ? എൻ്റെ ഒറിജിനലാണ് അത്. അത് ഞാൻ ഒരു ഇതാക്കി വെച്ചേക്കും, അല്ലാതെ എക്സ്ട്രാ ഫിറ്റിങ് കാര്യങ്ങളൊന്നും അല്ല. ഇത് കണ്ടോ? അങ്ങനെയെല്ലാം കാരണം ഇതൊരൊറ്റ സാധനമാണ് കേട്ടോ. സത്യമായിട്ടും വാങ്ങുന്നെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട. കണ്ണീരൊക്കെ കരഞ്ഞാലൊന്നും ഇത് പോത്തില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ കണ്ണും കൂടെ ഒന്ന് ഫില്ലാക്കാം. കണ്ടോ? അപ്പോൾ എൻ്റെ രണ്ട് കണ്ണിലും ഞാൻ മസ്കാര ഇട്ടു. ഇതേ ഉള്ളൂ. കണ്ടോ? മുഖത്ത് അങ്ങനെ അധികം ഒന്നും യൂസ് ചെയ്യലില്ല, ഇത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഇത് പിന്നെ കണ്ണെഴുതും. കണ്ണ് എൻ്റെ ഒരു വേറെ പാർട്ടാണ്. പിന്നെ ലിപ്സ്റ്റിക്ക്, ബ്ലഷ്. അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലിപ്സ്റ്റിക്ക് ഏതാണ്. അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്. എത്ര കമൻറ്റാണ് വരുന്നതെന്നറിയാമോ? ഷെയ്ഡ് പറ, പേര് പറ. ഇതാണ് കേട്ടോ. ഇതിൽ ഞാൻ ഇത് മേരി ജോക്ക് അങ്ങനെയോട് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ്. വാട്ടർ പ്രൂഫാണ് സംഭവം. കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. റേറ്റൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ ഇതിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഷെയ്ഡാണ്. പിന്നെ ഇത് കുറച്ച് നല്ല ഡാർക്കാണ് കേട്ടോ. എനിക്ക് ഡാർക്കാണ് ഭയങ്കര ഇഷ്ടം. അപ്പം ലിപ്സ്റ്റിക്ക് ഇടാം. നിങ്ങൾ ചോദിക്കുന്ന ലിപ്സ്റ്റിക്ക് ദിസ് വൺ. അത്രയേ ഉള്ളൂ. കണ്ടോ? നല്ല ലിപ്സ്റ്റിക് ഷെയ്ഡല്ലേ? ഇടുമ്പോൾ തന്നെ ഭയങ്കര ഒരു മാറ്റമല്ലേ? അപ്പോൾ ആദ്യം തന്നെ ഞാനാണോ ഇത്? പിന്നെ ഞാൻ ഇത് ഉപയോഗിക്കലുണ്ട്. ഇതൊരു സ്റ്റുഡിയോ പ്രൊഡക്റ്റാണ്, എനിക്ക് ഇഷ്ടം. പിന്നെ ബ്രഷ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സംഭവം എന്ന് വെച്ചാൽ ബ്ലഷാണ്. എടുക്കുക, നിൽക്കുക, ഭയങ്കരമായിട്ട് വരും. പക്ഷെ എനിക്ക് കളയാൻ ഇഷ്ടമേ ഇല്ല. കുറച്ചെടുക്കണല്ലേ നല്ലത്. അങ്ങനെ ഞാൻ ബ്ലഷ് യൂസ് ചെയ്യണം കേട്ടോ. അത് തന്നെ എനിക്ക് നല്ല ഇതുണ്ട്, പിഗ്മെൻ്റ് ഉണ്ട്. ഒരു തുള്ളി. അച്ചടാ ചിഞ്ചരിക്കുട്ടി. ഒരു പൂമുടിയെ ചുമന്നിട്ട് പാറിഞ്ഞ പോറ്. എന്നോടല്ലേ അങ്ങോട്ട് പോകാൻ പറഞ്ഞ? ഞാൻ കേൾക്കാത്ത എന്താ പറഞ്ഞാല്? ബാ കളറേ ബാ.
തിന്നട്ടെ ഞാൻ തന്നെ. ആരോ അടിച്ച് ചുമന്നത് പോലെ എൻ്റെ കവിൾ തരങ്ങൾ ചുമന്ന് തുടിച്ചിരിക്കുന്നു. പെണ്ണ് അതെ ഗൈസ്, എനിക്ക് വെട്ടാണ്. നിങ്ങൾ വിചാരിച്ചത് സത്യമാണ്. പക്ഷേ അത് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ ഉള്ള കഴിവും എനിക്കുണ്ട്. എനിക്ക് വെട്ടാണെന്നുള്ള കാര്യം. പണ്ടിക്കുണ്ടല്ലോ ലിപ്സ്റ്റിക്കിൻ്റെ ബാക്കി ഇങ്ങനെ വരും, അതെടുത്ത് മൂക്കിലോട്ട് അങ്ങ് വരയ്ക്കും. ചീക്കിൽ ഇപ്പോഴും ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നവരുണ്ട്. ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ പിഗ്മെൻറ്റ് വരുന്നുണ്ടോ? അതിനെക്കാട്ടി മാരക വേർഷനായിട്ട് വരും കേട്ടോ. നെറ്റിയിൽ എന്താ ബ്ലഷ് നിന്ന് എനിക്ക് ബാക്കി കളയാൻ മനസ്സിലാത്തതുകൊണ്ടാണ് കളയത്തില്ല ഞാൻ. ഓ മൈ ഗാഡ്, ഷിണ്ടടി. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് കിടില്. ഇത്രയുള്ള എൻ്റെ മേക്കപ്പ്. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ്. പറയാം മുടി ഇടണം അല്ലേ? മുടി കിട്ടാം. ഞാൻ സ്ലൈഡ് എടുക്കണം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് മുടി ഇടണം അല്ലേ? അപ്പോൾ മേക്കപ്പൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. മുടി കേട്ടോ. ഇതാ പ്രശ്നം എന്താണെന്നറിയോ? തിന്നു തുടങ്ങിയാൽ പിന്നെ തിന്നാൻ തോന്നുന്നേ. മുടി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചായിരുന്നു. ഫ്രണ്ട് പോർഷൻ മാത്രം പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. പേടിക്കണ്ട, അത് നമ്മുടെ ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പേരാണ് കേട്ടോ. സിൽക്കി ആയിട്ട് കിടക്കും. അധികം ഇടണ്ട, ഇങ്ങനെ ഇത്രയും മുടി വേണ്ടല്ലോ. എത്രയും മുടി ഇടുന്നതിന് എല്ലാവരും എന്നെ പറയുന്നുണ്ട്. ഇത്രയും മുടി, പക്ഷെ മുടി ഇടാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. നൈസായിട്ട് ഇങ്ങനെ ഒന്നെടുത്ത് കെട്ടാട്ടെ, ഒരു ക്ലിപ്പ് ചെയ്യാം. ഭയങ്കര ഒരു കുറേ നാളിന് ശേഷം ഒരുങ്ങുമ്പോൾ ഒരു ഏത് അതന്നെ. ഒന്ന് ചുരുട്ടണോ? ഒന്ന് ചുരുട്ടിയേക്കാം. ഇവിടെ ചുരുട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മുടിയിട്ട് കഴിഞ്ഞു, സിമ്പിൾ. ഇനി മാല. നല്ലൊരു മാല കേട്ടോ. 2 ലവ് ഇങ്ങനെ ലോക്കായിട്ട് കിടക്കുക. ലൈറ്റ് വെയിറ്റ് ആണ്. അത്രയേ ഉള്ളൂ. പ്രൈസ് ഭയങ്കര കുറവാണ്. 8 രൂപ ആ ഒരു റേഞ്ചിലാണ്. 8 രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. 2 ലവ് ഇങ്ങനെ കൊരുത്തെടുക്കുന്നുണ്ട്. ഇതിന് നടുക്കൊരു ചെയിൻ കൊടുക്കായിരുന്നു എന്നുണ്ട്. ഒരു കുഞ്ഞ് വളയം കൂടെ കൊടുത്തിരുന്നെങ്കിൽ സെറ്റായിട്ട് കിടന്നേനെ. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഒരു ലവ് ഇങ്ങനെ തെള്ളി നിൽക്കും. ഒരു ലവ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ലവിന് ഇഷ്ടപ്പെടുന്ന എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ബാക്കിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തെറ്റൊന്നും കൊള്ളാത്ത കണ്ട് നമ്മൾ കൊള്ളത്തില്ലെന്ന് തന്നെ പറയണ്ട. ഞാൻ അവരോട് തന്നെ പറഞ്ഞായിരുന്നു. കണ്ടോ, ഞാൻ പറയുന്ന കള്ളമാണോ നോക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ലവല്ലേ കാണുന്നുള്ളൂ. നേരെ മറിച്ച് 2 ലവും കാണണ്ടേ നമുക്ക്. കണ്ടോ ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ കുത്തി നിൽക്കുന്ന പോലെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ലവ് ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ നമ്മളെപ്പോഴും കുത്തിയിട്ട് പോകാതെ. ഇങ്ങനത്തെ പല വെട്ടിത്തരങ്ങളും ഞാൻ പറയും ഗൈസ്. അവർ മൈൻഡാക്കണ്ട, വട്ടുകൂട്ടിയാണ്. കണ്ടോ, ഞാൻ പറയുന്നത് കള്ളമാണോ നോക്കി. 2 ലവ് ചെയ്യുന്നുണ്ട്, പക്ഷെ 2 കാണാൻ പറ്റത്തില്ല. കണ്ടോ നോക്ക്. പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ് സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ധരിച്ച് കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ലവ് രണ്ടും ഒരേ ഒരു ഇതിൽ കാണാത്തതിൻ്റെ ഒരു പോരായ്മ മാത്രമേ ഞാൻ ഇതിൽ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ് ഗൈസ്, ഓക്കെയാണ്.
കമ്മലിടാത്ത എന്താന്ന് ചോദിക്കുന്നുണ്ട്. കമ്മലിടാത്ത എന്താന്ന് ചോദിക്കുന്നത് നിങ്ങൾ എൻ്റെ കാത് നിറഞ്ഞെടുക്കുന്ന കാണുന്നില്ലേ മക്കളെ? എനിക്ക് താഴെ കമ്മലിടുന്ന ഇഷ്ടമല്ല. ഇതും പിന്നെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴും അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താണ് ബ്രേസ്ലെറ്റ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് കേട്ടോ ബ്രേസ്ലെറ്റ്. കയ്യിൽ ഞാൻ വെച്ചെടുത്തത്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടത്തില്ലേ, ഇത് ഞാൻ പണ്ട് തൊട്ടേ ഇട്ടുകൊണ്ട് നടന്നായിരുന്നു. ഇപ്പോൾ എൻ്റെ രണ്ടാമത്തോള് ഇങ്ങനെ എവിടെ ഇത് കണ്ടാലും ഇങ്ങനെ കൊണ്ടുത്തരും. അത് വേറൊരു കുഞ്ഞു സാധനം കൂടെ ഉണ്ട്. ഇതെല്ലാം ഞാൻ പൊരുത്തിട്ടേക്കുന്നത് എന്താണെന്നറിയോ, പോയി കഴിഞ്ഞാൽ വമ്പൻ നഷ്ടമാകുന്നത് കൊണ്ട് തന്നെ. ഇതൊരു മോതിര ഡയമണ്ടാണ്, ലവ് ലോക്ക് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ഇടത്തില്ല സംഭവം. ഇതിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി ഇതുണ്ട്, ഒരു ബാൻഡ് ടൈപ്പാണ് കേട്ടോ, റോസ് ഗോൾഡ് ആണേ. അത് രസമല്ലേ? രസമുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളൊരു സഹായം വിളിക്കണം. അഞ്ജന മോളെ ഇന്ന് വന്നേടാ. എൻ്റെ പുതിയ മാനേജറാ അഞ്ജന കുട്ടി. കുഴപ്പമായിരുന്നോ? അല്ല, ഇത് കുറേ ഞാൻ ഇടത്തില്ലല്ലോ അങ്ങനെ ലൂസായിട്ട് ഉണ്ടാക്കി. അതാ കുറച്ച് ലൂസായിട്ട് എടുക്കാം. ഉണ്ടോ? ഇത് ലൈറ്റ് വെയിറ്റ് ആട്ടോ. ലൈറ്റ് വെയിറ്റിൻ്റെ ഒരു മഹാസാഗരം എൻ്റെ അടുത്തും. ഇത് കണ്ടോ, ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. പെൻസിട്ടപ്പോൾ അങ്ങനെ ഉണ്ട് കണ്ണ് എഴുതിയിട്ട് കുറേ. നീ എന്നെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ? കണ്ടിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ ഇതാവില്ല. രണ്ടെണ്ണം മതി. ഇത് വിടണോ? വേണോ? അപ്പത്തെ കയ്യിൽ വാങ്ങിച്ചു. ഗോൾഡ് ഗോൾഡ് ഗോൾഡ്. ഇന്നലെ രാത്രി ബീച്ചിൽ പോയത് ഞാനും അഞ്ജന. മണ്ണ് കടൽ മണ്ണ് നിറഞ്ഞൊരു ഗോൾഡ് വാച്ച്. അപ്പൊ എന്റെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ഒരുങ്ങിയതല്ലേ, കുറച്ച് പട്ടി ഷോ ഒക്കെ നടത്തിയിട്ട് വരാം. പട്ടി ഷോ. അപ്പൊ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡല്ലേ ഞാൻ എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ മേരി ചോക്കിന്റെ ആണ്. അപ്പൊ അതിനകത്ത് ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് 27, 35, 25. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്ന് അറിയത്തില്ല. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ഷെയ്ഡാണ്. ഓക്കെ, ബ്ലഷ് ക്യാരക്ടറിന്റെ ബ്ലഷ് ഇത് ഇവിടെ ഇടുന്ന. അതെന്താ സംഭവം ബ്ലഷ്. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി വീഡിയോ ഒക്കെ എടുത്തിട്ട് സുന്ദരിയായില്ലേ? സുന്ദരിയായി. എനിക്ക് എന്നെ പറ്റി ഭയങ്കര മതിപ്പാ. സുന്ദരി. ഓക്കെ, അപ്പൊ ഞങ്ങൾ ബാക്കിയൊക്കെ കുറച്ച് പട്ടിഷോ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ.